അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എന്തൊക്കെ വിശേഷം? സുഖല്ലേ? കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ രാഷ്ട്രീയക്കാർ നേരത്തെ സ്ഥാനാർത്ഥികൾ പ്രഖ്യാപിക്കുന്നതിനെക്കുറിച്ച് ചില അഭിപ്രായങ്ങൾ പറഞ്ഞു. ഇത്തവണ കൂടി അതുമായി ബന്ധപ്പെട്ട ചില അഭിപ്രായങ്ങൾ കൂടി മുമ്പിലേക്ക് വെക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഇവിടെ പറയുന്നത് തന്നെ സ്ഥാനാർത്ഥികൾ എന്നാണ്. ആ പ്രയോഗം തന്നെ അസ്ഥാനത്താണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം സ്ഥാനം മോഹിച്ച് ആഗ്രഹിച്ച് വാങ്ങേണ്ട ഒന്നല്ല. അതുപോലെ ഇപ്പോൾ റിസൾട്ട് വന്നു, ഒരു സ്ഥാനാർത്ഥി ജയിച്ചു, മറ്റേ സ്ഥാനാർത്ഥി തോറ്റു എന്ന പ്രയോഗം ഒക്കെ മാറ്റിവെക്കപ്പെടേണ്ടതാണ്. ജയവും തോൽവിയുമില്ല, മറിച്ച് കുറച്ച് ആളുകൾ ജനങ്ങൾക്ക് സേവനം ചെയ്യാൻ വേണ്ടായി തയ്യാറായി മുന്നോട്ട് വരുമ്പോൾ അതിൽ ഞങ്ങൾക്ക് ഏറ്റവും നന്നായി സേവനം ചെയ്യാൻ പറ്റുന്ന ആൾ ആരാണ് എന്ന് ജനങ്ങൾ അഭിപ്രായപ്പെടുകയും കൂടുതൽ ആളുകൾ അഭിപ്രായപ്പെട്ട ആളെ പ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്യുകയാണ്. അത്തരത്തിൽ ഇപ്പോൾ ഇലക്ഷൻ്റെ റിസൾട്ട് വന്നപ്പോൾ പലരെയും തിരഞ്ഞെടുക്കപ്പെട്ടു, ചിലരെ അതിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടു. ഇതിനർത്ഥം മാറ്റി നിർത്തപ്പെട്ടവർ മോശക്കാരാണ് എന്നും തിരഞ്ഞെടുക്കപ്പെട്ടവർ നല്ലവരാണ് എന്നൊന്നുമില്ല. മറിച്ച് തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ജനങ്ങൾക്ക് സേവനം ചെയ്യാൻ നല്ലൊരു അവസരം കൈവന്നിരിക്കുകയാണ്. മറ്റുള്ളവർക്ക് ഇനിയൊരു അവസരത്തിലേക്ക് കൂടുതൽ തയ്യാറെടുക്കാനുള്ള സന്ദർഭവും കൈവന്നിരിക്കുകയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. തിരഞ്ഞെടുക്കപ്പെട്ടവർ ഒരിക്കലും ഒരു പ്രത്യേക പാർട്ടിയുടെയോ അല്ലെങ്കിൽ തനിക്ക് വോട്ട് ചെയ്തവരുടെ മാത്രമോ പ്രതിനിധിയല്ല, മറിച്ച് ഏത് വാർഡിൽ നിന്നാണോ തിരഞ്ഞെടുക്കപ്പെട്ടത് ആ വാർഡിൻ്റെ അല്ലെങ്കിൽ ആ പഞ്ചായത്തിൻ്റെ അല്ലെങ്കിൽ ആ ജില്ലയുടെ പ്രതിനിധിയാണ്. ഇങ്ങനെ ഓരോരുത്തരും മനസ്സിലാക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുകയാണെങ്കിൽ നമ്മുടെ നാട് ഇനിയും ഒരുപാട് ഉയരേക്ക് പോകാനും നാട്ടുകാർക്ക് ധാരാളം നന്മകൾ കരസ്ഥമാക്കാനും സാധിക്കും. അതിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.